ബംഗളൂരുവിൽ മലയാളിയുടെ മൊബൈൽ കട കുത്തി തുറന്ന് മോഷണം നടത്തിയ കേസിൽ 1.5 ആഴ്ച പിന്നിട്ടിട്ടും പ്രതികളെക്കുറിച്ച് തുമ്പില്ലാതെ ബംഗളൂരു പോലീസ്. മലപ്പുറം സ്വദേശികൾ നടത്തുന്ന ശിവാജി നഗറിലെ കടയിലാണ് മോഷണം നടന്നത്. 55 സ്മാർട്ട് ഫോണുകളും 2 ലക്ഷം രൂപയുമാണ് മോഷണം പോയത്. നഷ്ടമുണ്ടായെന്ന് വെച്ചാൽ ഒരു 55 സ്മാർട്ട് ഫോണുകളും പിന്നെ കുറച്ച് ബേസിക് ഫോണുകളും നഷ്ടമായിട്ടുണ്ട്. പേയ്മെന്റ് ഒക്കെ ചെയ്യാൻ കുറച്ച് ക്യാഷ് വെക്കലുണ്ട് ഷോപ്പില്. അങ്ങനെ 2 ലക്ഷം രൂപയും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഡിസംബർ 11 പുലർച്ചെ 3:30 മൊബൈൽ ഫോൺ കട അരിച്ചുപെറുക്കിയുള്ള ഈ മോഷണം. കടയുടെ പിറകുവശത്തെ പൂട്ടുപൊളിച്ചായിരുന്നു കവർച്ചാ സംഘം കടയിലെത്തിയത്. കടയിലെ മുന്തിയ ഇനം ഫോണുകളെല്ലാം വലിയ ബാഗിൽ അടുക്കി. പോകുന്ന പോക്കിൽ മേശവലിപ്പിൽ സൂക്ഷിച്ച 2 ലക്ഷം രൂപയും കൈക്കലാക്കി. ശിവാജിനഗർ ബസ് സ്റ്റാൻഡിനു സമീപം പ്രവർത്തിക്കുന്ന വിശ്വാസ് കമ്മ്യൂണിക്കേഷൻസിലാണ് മോഷണം നടന്നത്. മലപ്പുറം തിരൂർ സ്വദേശി മുർഷിദ്, സഹോദരൻ മനാഫ് എന്നിവരാണ് കട നടത്തിപ്പുകാർ. കടയുടെ മുന്നിൽ ശിവാജിനഗർ മെട്രോ സ്റ്റേഷന്റെ നിർമ്മാണം നടക്കുന്നതിനാൽ രാത്രി സമയങ്ങളിൽ യന്ത്രങ്ങളുടെ ശബ്ദമുണ്ടാകും. ഈ ധൈര്യത്തിലാണ് മോഷണ സംഘം പൂട്ടുതകർത്ത് അകത്തു കയറിയത്. ഇത് സംഭവം നടക്കുന്നത് 11-ാം തീയതി കാലത്ത് വന്നപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. CCTV കാലത്ത് വന്നപ്പോൾ പൂട്ടൊക്കെ പൊളിഞ്ഞെടുക്കുന്നുണ്ടായിരുന്നു. മോർണിംഗ് 3:30 അത് ഷോപ്പിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ളത്. പക്ഷേ ഇവിടെ ബാക്കിലെ CCTVയിലൊക്കെ അവർ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു 1 മണി 1:30 ഇവിടെ എത്തിയിട്ടുണ്ട്. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ കേസെടുത്ത ശിവാജിനഗർ പോലീസിന് ഇതുവരെ പ്രതികളെക്കുറിച്ചൊരു സൂചനയും ലഭിച്ചിട്ടില്ല. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും കടയിലെത്തി പരിശോധന നടത്തിയിരുന്നു. 15 വർഷമായി മുർഷിദും മനാഫും ശിവാജിനഗറിൽ മൊബൈൽ ഫോൺ കട നടത്താൻ തുടങ്ങിയിട്ട്. നഗരത്തിൽ പോലീസിന്റെ നിരീക്ഷണ ക്യാമറകൾ ഏറ്റവും അധികമുള്ള ഇടമാണ് ശിവാജിനഗർ. റിപ്പോർട്ടർ, ബംഗളൂരു.